السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأشهد أن لا إله إلا الله ولي الصالحين. وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട SNEC വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നമ്മുടെ SNEC അതിൻ്റെ പ്രയാണം വളരെ ഭംഗിയായി തുടരുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ സെമസ്റ്റർ ഏകദേശം അവർക്ക് അവസാനിക്കാനായി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ പഠിച്ച് പരീക്ഷയൊക്കെ നന്നായി അറ്റൻഡ് ചെയ്ത് ഉന്നത വിജയം കൈവരിച്ച് രണ്ടു വീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവിധ നന്മകളും നേടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പഠന യാത്ര അതിനൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഈ യത്നം, നമ്മുടെ ഈ പ്രയത്നം വളരെ മഹത്തരമായ ഒരു ശ്രമമാണ്, ഒരു പ്രവർത്തനമാണ്. നാം അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾക്ക് ശേഷം ഐച്ഛികമായ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ പ്രസരണത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും അതിന് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ എന്ന് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് മാത്രം തന്നെ നമ്മുടെ നിർബന്ധ കർമ്മങ്ങളും അത്യാവശ്യം ഒക്കതായ സുന്നത്തുകളൊക്കെ കഴിച്ചാൽ പിന്നീട് മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ സമയം മുഴുവനും ഇതിനു വേണ്ടി വിനിയോഗിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് അവർക്ക് മറ്റുള്ള വലിയ വലിയ ആളുകൾ, വലിയ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളൊക്കെ എത്തിപ്പെട്ട സ്ഥാനത്തേക്ക് എത്താതെ പോവുകയില്ല. അവരൊക്കെ ഒരുപക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന അവസ്ഥയാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്, നിയ്യത്ത് നന്നായി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ. കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ മഹാനായ ഈ മാസത്തിൽ നാം പ്രത്യേകം അനുസ്മരിക്കപ്പെടേണ്ടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ മഹാനാണ് ബഹുമാനപ്പെട്ട വിലായത്തിൻ്റെ വിഹായസിലെ രാജകളി എന്നറിയപ്പെടുന്ന ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവർ തികഞ്ഞ പണ്ഡിതനായിരുന്നു. 13 ഫന്നിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു എന്നാണ്. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയുള്ള ലുഗത്തിന്റെ വിവിധ ഇനങ്ങൾ, ഇതിലൊക്കെ അങ്ങനെ 13 വിഷയങ്ങളിൽ, ഫന്നുകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടാവുകയും അക്കാലഘട്ടത്തിലെ തികഞ്ഞ പണ്ഡിതന്മാരെ മുഴുവനും കവച്ചു വെക്കുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുത്ബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഇൽമ പഠിച്ചു, അങ്ങനെ ഖുത്ബായി എന്നാണ്. ഹത്താ സിർതു ഖുത്ബ. ആ ഇൽമുമായുള്ള ഇഷ്തിഗാല്, ആ ഇൽമ പലതരമുണ്ട്. ആ ഇൽമുമായുള്ള ഇഷ്തിഗാലിലൂടെ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനം പ്രാപിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ഖുത്ബായി മാറി. വനിൽതു സഅദ മിൻ മൗലൽ മവാലി. അത്യുന്നതനായ റബ്ബിൽ നിന്ന് എല്ലാ ഭാഗ്യവും എനിക്ക് നേടാൻ സാധിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ ജീവിതം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ അവസാന സമയം വരെ ബഹുമാനപ്പെട്ട മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ എന്ന് പറയുന്ന ഹംബലി പണ്ഡിതൻ, നമ്മുടെ ഷാഫിഈ മദ്ഹബിൽ നാം ഇമാം നവവി എന്നൊക്കെ പറയുന്നത് പോലെ അംഗീകരിക്കപ്പെട്ട ഹംബലി മദ്ഹബിലെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവായ മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഏകദേശം 1 മാസവും 8-9 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളെ ഞാൻ കാണുന്നത്. അവരുടെ അരികിൽ പോയി ഞാൻ ഖർഖിയുടെ കിതാബ് കാണാതെ അവരോട് ഓതിക്കൊടുക്കുകയും അവരുടെ ഇജാസത്ത് വാങ്ങുകയും ചെയ്തു. അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റ് പല പണ്ഡിതന്മാരും അന്ന് അവിടെ പല കിതാബുകളും പഠിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ദർസ് നടത്തൽ ചുരുക്കിക്കൊണ്ടുവന്ന സമയമാണ്. എന്നിട്ട് പോലും അവിടെ നിന്ന് ഏകദേശം 1 മാസം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ പറയുന്നുണ്ട്. അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു. എല്ലാ മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിയുന്ന മഹാപണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ,
ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, അവരുടെ തഫ്സീർ, അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, അവരുടെ മൗഇളത്ത്, ഹദീസ്, സിയറിലൊക്കെ ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി, അദ്ദേഹത്തിൻ്റെ മകൻ പറയാം, നിങ്ങളുടെ ഉപ്പയുമായി ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നു ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഒരു ആയത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് ഓതിയ എന്നർത്ഥം. ഒരായത്ത് ഓതിയപ്പോൾ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞു. ഇബ്നു ജൗസി തഫ്സീറിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്, മുഫസ്സിറാണ്, ഗ്രന്ഥരചന നടത്തിയ മഹാപണ്ഡിതനാണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ വജ്ഹ്, അവരൊരർത്ഥം അതിന് നൽകി വിശദീകരിച്ചു. അപ്പം ഞാൻ ഉപ്പാട് ചോദിച്ചു ഈ വജ്ഹ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അറിയും എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മറ്റൊരു വജ്ഹിലൂടെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ 11 രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ആ 11 രൂപവും ഞാൻ ആ സമയത്തൊക്കെ വാപ്പാട് ചോദിക്കും, ഈ വിഷയം നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ അദ്ദേഹം പറയും ഇതെനിക്കറിയാമെന്ന് പറയും. 12ാമത്തെ ഒരു വജ്ഹ് പറഞ്ഞു, ഭംഗിയായി വിശദീകരിച്ചു, ആകർഷണീയമായ വിശദീകരണം. അപ്പോൾ ഞാൻ ചോദിച്ചു വാപ്പാട്, അപ്പോൾ പറഞ്ഞു ഇല്ല ഇതെനിക്കറിയില്ല എന്നാണ്. വീണ്ടും വിശദീകരിച്ചു. അങ്ങനെ 40ഓളം രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ അവർകൾ ആ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഈ 11 കഴിച്ച് ബാക്കിയുള്ളതൊന്നും ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. അതാ പറഞ്ഞത്, അവര് എല്ലാ ഫന്നിലും അഗാധ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നു എന്ന് പണ്ഡിത ലോകം വിധി എഴുതിയ മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇൽമ് തന്നെ അദ്ദേഹത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന വലിയ അമലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സേവനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം. ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ഇബ്നുൽ ഖശ്ശാബ് നഹ്വി എന്ന് പറയുന്ന വലിയ നഹ്വിലെ വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ഷെയ്ഖ് തങ്ങളെപ്പറ്റി കേട്ടു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് കേട്ടു. മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന വിധത്തിൽ, കോരിത്തരിപ്പിക്കുന്ന വിധത്തിൽ, ഈമാനിനെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന വിധത്തിലുള്ള ഗാംഭീര്യം നിറഞ്ഞ ഗഹനമായ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മുഴങ്ങുന്ന വിധത്തിലുള്ള പ്രസംഗമായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. എന്നാൽ എല്ലാവർക്കും അതങ്ങനെ ആവണമെന്നില്ല. ഇതിങ്ങനെ കേട്ട് പലരും ആകർഷിച്ച് എത്രയോ ആളുകൾ അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി, എത്രയോ മുസ്ലിങ്ങൾ തന്നെ തൗബ ചെയ്ത് അവരുടെ മുൻ ചെയ്തികളിൽ നിന്ന്, ദുശ്ചെയ്തികളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് ആരിഫീങ്ങളും ആബിദീങ്ങളുമായി മാറിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രമാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ നഹ്വി എന്ന് പറയുന്ന അബൂ മുഹമ്മദുൽ ഖശ്ശാബ് നഹ്വി എന്ന് പറയുന്ന മഹാൻ പറയാണ്, അദ്ദേഹം വലിയ മഹാപണ്ഡിതനാണ് നഹ്വിൽ. അദ്ദേഹത്തിന് അതുകൊണ്ട് ശുഗലാകലാണ്, അത് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. മറ്റ് കിതാബുകളൊക്കെ ഉണ്ട്, പക്ഷേ ചിലർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, തഹസ്സുസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂപ്പര് അതിലാണ് തഹസ്സുസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുടെ പ്രസംഗത്തെ സംബന്ധിച്ചൊക്കെ ആളുകൾ പറയുമ്പോൾ ഒന്ന് പോകാമായിരുന്നു, കേൾക്കാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് പല തടസ്സങ്ങളാൽ അതിന് സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായി അവിടെ എത്തിപ്പെട്ടു മൂപ്പര് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ശ്രദ്ധ മുഴുവനും ഈ നഹ്വിലായിരുന്നു. അപ്പം അങ്ങനത്തെ വിഷയമൊന്നുമല്ല മൂപ്പര് പറയുന്നത്. അതുകൊണ്ട് എനിക്കത് വല്ലാതെ ആകർഷണീയമായി തോന്നിയില്ല. ഞാൻ ആ സദസ്സിൻ്റെ ഒരു മൂലയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ എൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, വൈലക് തുഫല്ലിലു നഹ്വ അലാ മജാലിസ് ദിക്ർ. ഈ അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്ന, അള്ളാഹുവിൻ്റെ സ്മരണ വർദ്ധിപ്പിക്കുന്ന ഈ സദസ്സിനേക്കാൾ നിങ്ങൾക്ക് നഹ്വാണോ വേണ്ടത്? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് നഹ്വും കിട്ടും, സീബവൈഹിയേക്കാൾ വലിയ നഹ്വി പണ്ഡിതനാക്കാനും എനിക്ക് നിങ്ങളെ ആക്കാനും കഴിയും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പോൾ ഈ നഹ്വിലാവട്ടെ, അദബിലാവട്ടെ, ബലാഗയിലാവട്ടെ, അങ്ങനെ ഏത് ഫന്നായാലും ആ ഫന്നിലൊക്കെ അഗാധ പാണ്ഡിത്യം നേടിയ മഹാപാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു ഖുദാമ റളിയല്ലാഹു തആല അൻഹു അവസാനം പറയുന്നുണ്ട്, ഞാൻ അവസാന കാലഘട്ടത്തിലാണ് മൂപ്പര് കൂടെ കൂടിയത്. 1 മാസം 9 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വിജ്ഞാനീയങ്ങളുടെ കവാടം എനിക്ക് അദ്ദേഹത്തിലൂടെ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വലം അസ്മഅ അൻ അഹദിൻ യുഹ്കാ അൻഹു മിനൽ കറാമാതി. ഇത്രയധികം കറാമാത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്ന മറ്റൊരാൾ ഞാൻ കേട്ടിട്ടില്ല. അത്രമാത്രം
ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളെ തൊട്ട് കറാമാത്തുകൾ, അത്ഭുതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദീനിന്റെ പേരിൽ, അള്ളാഹുവിനോടുള്ള ഭയപ്പാടിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ ശരിക്ക് കൊണ്ടു നടക്കുന്നതിന്റെ പേരിൽ ജനങ്ങൾ ഇത്രമേൽ ബഹുമാനിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ കാലമല്ല, അക്കാലഘട്ടത്തിലാണ് പറയുന്നത്. അന്ന് പൊതുവിൽ ബഹുമാനമൊക്കെ നിലനിൽക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പോലും ഷെയ്ഖ് തങ്ങൾക്ക് ഭരണാധികാരികളുടെ ഇടയിലും മന്ത്രിമാരുടെ ഇടയിലും എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ സ്വാധീനമായിരുന്നു, വലിയ ബഹുമാനമായിരുന്നു, അവരോട് വലിയ ഹൈബത്തും ആദരവുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ആ നിലക്കുള്ള മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, അവരുടെ ഉമ്മയും വാപ്പയും സാദാത്താണ്. അവര് ഹസനിയും ഹുസൈനിയുമാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുൻത ശംസൻ വ ബദ്റൻ നൂറൻ ഇൽതമഅ അന്തൽ അഹഖു ലിതുദ്ആ മുഹിയുദ്ദീൻ എന്ന് നാം ഖുതുബിയത്തിൽ പറയാറുണ്ട്. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇബ്നു അബു സാലിഹ് മൂസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു യഹ്യ സാഹിദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ദാവൂദ് ഇബ്നു മൂസ സാനി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൂസ അൽ ജൗൻ ഇബ്നു അബ്ദുല്ലാഹി അൽ മഹൽ ഇബ്നു അബി മുഹമ്മദ് അൽ ഹസൻ അൽ മുസന്ന ഇബ്നു അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്. അങ്ങനെയാണ് അവരുടെ പിതാവിന്റെ പരമ്പര പോകുന്നത്. എന്നാൽ അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ് ചെന്നെത്തുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ഫാത്തിമ ബിൻത് അബ്ദുല്ലാഹി സാഹിദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മഹ്മൂദ് ഇബ്നു അബുൽ അത്താ അബ്ദുല്ലാഹി ഇബ്നു കമാലുദ്ദീൻ ഈസ ഇബ്നു ഈസ ഇബ്നു മുഹമ്മദ് ജവാദ് ഇബ്നു അലി റിള ഇബ്നു മൂസ അൽ കാളിം ഇബ്നു ജഅഫർ സാദിഖ് ഇബ്നു മുഹമ്മദ് അൽ ബാഖിർ ഇബ്നു സൈൻ അൽ ആബിദീൻ അലി ഇബ്നു അൽ ഹുസൈൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു. അപ്പോൾ ഉമ്മ വഴിക്ക് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്കാണ് എത്തുന്നത്. ഈ നിലക്ക് എല്ലാ അർത്ഥത്തിലും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അത്യുന്നതമായ പദവികൾ നേടിയ മഹാനവറുകളുടെ ആണ്ട് നടക്കുന്ന, അവരുടെ വഫാത്ത് നടന്ന മാസമാണ് റബീഉൽ ആഖിർ മാസം. അതുകൊണ്ടൊക്കെ നാം സാധാരണയായി അവരെ പ്രത്യേകം അനുസ്മരിക്കുകയും അവരുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് കിട്ടിയ നേട്ടങ്ങളെ അനുസ്മരിക്കുകയും അവരുടെ മദ്ഹുകൾ പറയുകയും പാടുകയും മൗലിദുകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്യുന്ന പതിവുണ്ട്. നമുക്കും അതൊക്കെ നിലനിർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ച പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ശിഷ്യന്മാരുടെയും മുരീദന്മാരുടെയും അധ്വാന ഫലമായി, ശ്രമഫലമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന് താർത്താരികളിലൂടെ ഉണ്ടായ നാശം തിരിച്ചു പിടിക്കുവാനും ഇസ്ലാമിന് ഒരു പുനർജന്മം ഉണ്ടാവുകയും ചെയ്തത് മഹാനവറുകളുടെ മുരീദന്മാരുടെ മുരീദന്മാരിലൂടെയാണ്. അവരത്ഭുതകരമായി താർത്താരികളുടെ കൊട്ടാരങ്ങളിലേക്ക് കടന്ന് അവിടെ ദീനീ പ്രബോധനം ചെയ്ത് അവരിലൂടെ പല അത്ഭുതങ്ങളും സംഭവിച്ചു. അങ്ങനെയാണ് ഇസ്ലാം തിരിച്ചു വന്നത് എന്ന്. ആ കൂട്ടത്തിൽ ഇസ്ലാമിനെ ചവിട്ടി മെതിച്ച ജംഗിസ് ഖാന്റെ ആളുകൾ പിന്നീട് അവർ വലിയ പണ്ഡിതന്മാരും ആരിഫീങ്ങളും ഔലിയാക്കളുമായി മാറിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുടെ ശിഷ്യന്മാരുടെ ശ്രമഫലമായിട്ടാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ അല്ല മുഹിയുദ്ദീൻ എന്ന് പറയുന്നത്, അവരിലൂടെ ദീനിനൊരു പുനർജന്മം ലഭ്യമാവുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ ചരിത്രമൊക്കെ നാം നന്നായി പഠിക്കണം. അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതി ആ ബന്ധം നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് സമസ്തയുടെ നിലനിൽപ്പ്, സമസ്തയുടെ വളർച്ച, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രണ്ട് മഹാന്മാരുടെ പേരാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖു മശായിഖിന ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവരുടെ ജീവിതമൊക്കെ മഹാത്ഭുതങ്ങളാണ്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടതാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ അനുഭവിച്ചറിഞ്ഞ ആളുകൾ എന്നുമുണ്ട്. കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമൊക്കെയായി പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളൊക്കെ അകലെ നിന്ന് കണ്ടതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ. എന്നാലും അവരുടെ പ്രാർത്ഥനകളിലൊക്കെ പല സമ്മേളനങ്ങളിലും മറ്റുമായി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ഏറ്റുപറയുന്ന സംഗതിയാണ്. ഇത് പറയാൻ വളരെ എളുപ്പമുണ്ട്, പക്ഷേ അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഒരു കറാഹത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, മുന്നോട്ട് തുപ്പൽ കറാഹത്താണ്. ഇങ്ങനെ തുടങ്ങി നാം വളരെ നിസ്സാരമായി കാണുന്ന അങ്ങനെയുള്ള ഒരു കാര്യം പോലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും വലിയ മഹാനായ, അതുപോലെ സമസ്തയുടെ അതിൻ്റെ സ്ഥാപക ദിനത്തിൽ ആ സ്ഥാപക നേതാക്കളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 40 മുഷാവറ മെമ്പർമാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മഹാന്റെ പേരാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കം ഉള്ള വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ഗുരുവര്യരാണ്. അഗാധ പാണ്ഡിത്യം, പ്രത്യേകിച്ച് ഫിഖഹിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത ഇന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തമാശ പോലെ തോന്നുന്ന പല സംഗതികളും അദ്ദേഹം വളരെ കാര്യത്തിൽ വളരെ വളരെ ഗൗരവത്തോടെ കാണുകയും അത് ആ അർത്ഥത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയും ചെയ്ത മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പുസ്തകങ്ങളായി രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളിൽ നമുക്ക് കിട്ടും. അതൊക്കെ മനസ്സിലാക്കുന്നത്, അതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ ശിഷ്യനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ അന്തസ്സ് ഉയർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച 40 വർഷക്കാലം അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മഹാത്ഭുതമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാം ഒക്കെ സംശയിക്കുന്നതാണ്. കാരണം പല പണ്ഡിതന്മാരും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ചില വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ചില വിഷയത്തിൽ പ്രത്യേക ഒരു വ്യതിരിക്തതയോ അവർ കാണിച്ചിട്ടുണ്ട്, അവർ തെളിയിച്ചിട്ടുണ്ട്. ചിലർ വലിയ ഫുഖഹ ആയിരിക്കാം, ചിലർ അതോടൊപ്പം വലിയ മുഫസ്സിരീങ്ങളായിരിക്കാം, ഹദീസ് പണ്ഡിതന്മാരായിരിക്കാം, ചിലർ അതോടൊപ്പം തന്നെ നഹവും സർഫും ഇല്ലാത്തവർ നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരിക്കും, എല്ലാ വിഷയത്തിലുമായിരിക്കാം. പക്ഷെ അതോടൊപ്പം ആവശ്യത്തിന് കൃത്യമായി പ്രസംഗിക്കാനുള്ള കഴിവ്, അതോടൊപ്പം ഖണ്ഡനത്തിനുള്ള കഴിവ്, അതോടൊപ്പം വാഗ്വാദം നടത്തേണ്ടി വന്നാൽ, വാദപ്രതിവാദം നടത്തേണ്ടി വന്നാൽ അതിലും മികവ് പുലർത്താനുള്ള കഴിവ്, അതോടൊപ്പം വ്യത്യസ്തമായ മറ്റ് മതങ്ങളെ സംബന്ധിച്ചുള്ള വലിയ പാണ്ഡിത്യം, ക്രിസ്തുമതം, അതോടൊപ്പം ജൂതമതം തുടങ്ങിയുള്ള വ്യത്യസ്ത മതങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സോഴ്സുകളിൽ നിന്ന്, അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് അതിലൊക്കെ അഗാധ പാണ്ഡിത്യവും അതിലെ പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന പാണ്ഡിത്യവും ഉണ്ടാകുക. ഇങ്ങനെ തുടങ്ങി എല്ലാം കൂടി ഒരുമിച്ച് കൂടുക. ഇത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന, അതുപോലെ വ്യത്യസ്ത ഭാഷകൾ, അതിലും അഗാധ പാണ്ഡിത്യം ഉണ്ടാവുക. അങ്ങനെ ഒരു അത്ഭുതമായ മനുഷ്യൻ, അങ്ങനെ എല്ലാം ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു വിശേഷണമാണ്. അങ്ങനെ ഒരുമിച്ച് കൂടിയ, അതോടൊപ്പം തഖ്വയും വറഉം പ്രത്യേകമായ ബുദ്ധിശക്തിയും ബുദ്ധികൂർമ്മതയും, എന്തൊരു പ്രശ്നം വന്നാലും വളരെ സരസമായി സരളമായി അതിനെ പരിഹരിക്കാനുള്ള ഒരു അത്ഭുതകരമായ ഒരു കഴിവുമുള്ള മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാലും തീരാത്ത ഒരു അനുഭവമായി നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവരുടെ സ്മരണികയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയിട്ടുണ്ട്, വലിയ ഒരു സ്മരണിക. ഞാനത് പല ആവർത്തി വായിച്ചിട്ടുണ്ട്. നന്ദി ദാറുസ്സലാം അറബി കോളേജ് ഇറക്കിയിട്ടുണ്ട്, പിന്നീട് പലരും ഇറക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതൊക്കെ പല ആവർത്തി വായിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വെറും ഒരു ചരിത്രമല്ല, അതിലെ ചില ബഹുമാനപ്പെട്ടവരുടെ ചില ഇടപെടലുകൾ, അതിൽ മൂപ്പരുടെ ചില പ്രയോഗങ്ങൾ, അതിൽ ഒരുപാട് വിജ്ഞാന മുത്തുകൾ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്ക് അതുപോലെ അവരുടെ ചില പ്രസംഗങ്ങൾ അവസാന കാലഘട്ടത്തിലൊക്കെ വളരെ അപൂർവമായാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായത്. ലാസ്റ്റ് ഘട്ടത്തിൽ ആദ്യമൊക്കെ പലതും കേട്ടിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കുറച്ചൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊക്കെ വന്നതിന് ശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം കേൾക്കുമ്പോഴാണ് അവരുടെ ഓരോ വാക്കുകളും 1000 സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് തത്വങ്ങളിലേക്കുള്ള ഇഷാറത്താണ്. കുറേ ഉസൂലുകളെ വെച്ചുകൊണ്ടുള്ള ചില ചുരുങ്ങിയ വാക്കുകളാണ്. അവർ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ നമുക്കൊക്കെ 1 മണിക്കൂറോ അതിലധികമോ സംസാരിക്കാൻ അതിൽ നിന്ന് കഴിയും. അത്രയും വലിയ
പാണ്ഡിത്യത്തിൻ്റെ ഒരു മൊഴിമുത്തുകളാണ് അവരിന്ന് കേൾക്കാറ്. അങ്ങനെയുള്ള ആ മഹാമനുഷ്യൻ നമ്മളോട് വിട പറഞ്ഞു. അതിലും വലിയ അത്ഭുതമുണ്ട്. ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി വളരെ കൃത്യമായി സമസ്തയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവർക്ക് ഉറക്കമുണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയുന്നവരൊക്കെ പറയുന്നത്. ആ വിഷയം പരിഹരിച്ചതിന് ശേഷമേ ഭക്ഷണം പോലും ശരിക്കും കഴിക്കാറുള്ളൂ. അത്രക്ക് സമസ്തയെ സ്നേഹിച്ചു, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്തു. അവസാനം ഒരു അത്ഭുതം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് എല്ലാ മാസവും 2-ാം ശനിക്ക് കൂടാറുണ്ട്. 1996 ഓഗസ്റ്റ് 10 ഈ വിദ്യാഭ്യാസ ബോർഡ് യോഗം ചേരുകയാണ്. പതിവ് പോലെ ബഹുമാനപ്പെട്ടവർ അന്ന് യോഗത്തിന് വന്നു. അന്ന് സുഖമില്ല, ശ്വാസമുട്ടായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത് അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. ബഹുമാനപ്പെട്ടവർ യോഗത്തിന് വന്നു, യോഗത്തിൽ പങ്കെടുത്തു. അന്ന് പ്രത്യേകമായൊരു തീരുമാനമെടുക്കുകയാണ്. സദസ്സിനോട് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ വർഷത്തിലൊരിക്കൽ ദുആ ചെയ്യണം. അധ്യാപകന്മാരും വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് അവർക്ക് വേണ്ടി ഒരു ദുആ നടത്തണം. ആ ദുആ നടത്തിയാൽ അത് അവർക്ക്, അഥവാ ഈ മരണപ്പെട്ടു പോയ സമസ്തക്ക് വേണ്ടി സേവനം ചെയ്ത ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, ഉമറാക്കൾ, അവർക്കൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ, അവർക്കൊക്കെ അത് വലിയ ഹൈറായിരിക്കുമല്ലോ. ഈ മക്കളുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇഖ്ലാസും യാസീനൊക്കെ കിട്ടിയല്ലേ. അതുകൊണ്ട് നാം അങ്ങനെ ഒരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ഒറ്റ വാക്കിൽ അത് സ്വീകരിച്ചു. രണ്ടഭിപ്രായമില്ല, എല്ലാവരും അത് സ്വീകരിച്ചു. പിന്നെ മൂപ്പര് കൂടുതൽ അവിടെ ഇരുന്നില്ല, സുഖമില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടുന്ന് 8 ദിവസം കഴിഞ്ഞ്, ഓഗസ്റ്റ് 10 ഈ യോഗം, 8 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 19 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്താകുകയാണ്. അവരുടെ ജീവിതത്തിലെ അവസാന തീരുമാനമാണ്. ആദ്യമായി അവർക്ക് വേണ്ടിയാണ് ആ തീരുമാനം നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെ അത് നടപ്പിലാക്കപ്പെട്ടു. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു പ്രത്യേകമായ ഒരു ഇടപെടൽ, ഇതൊക്കെ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതും നാം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, നാം നിലകൊള്ളുന്ന നമ്മുടെ നിലപാടുകളെ സംബന്ധിച്ച് ആത്മധൈര്യം ഉണ്ടാക്കുകയും നമുക്ക് വിശ്വാസത്തിന് ദൃഢതയുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ വഫാത്തായ ഈ മാസത്തിൽ, ഇന്ന് ഈ വർഷം 28-ാം തീയതി, ഈ മാസം 28-ാം തീയതിയാണ് പ്രാർത്ഥനാ ദിനം. നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവർക്കും വഫാത്തായി പോയവർക്കും ഒക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫലസ്തീനിലെ നമ്മുടെ മുസ്ലിം സമൂഹം, നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ആർക്കും യാതൊരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഈ അവസരത്തിൽ അല്ലാഹു അല്ലാതെ രക്ഷകനില്ല. ആ ഒരു ബോധത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ പ്രാർത്ഥന നാം വളരെ നല്ല നിലയിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും കൃത്യമായി നടത്തുകയും, അതോടൊപ്പം നമ്മുടെ സമ്മേളനം വരികയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ അതെല്ലാം തന്നെ ഭംഗിയായി നിർവഹിച്ച് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ നല്ല നിലക്കുള്ള ഐക്യം സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഈ ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായി അവരിൽ നിന്നൊക്കെ വരുന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് അവരുടെ നന്മകളൊക്കെ മുളാഅഫത്തായി പ്രതിഫലം നൽകപ്പെട്ടതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ പഠനത്തിൽ, നമ്മുടെ പരീക്ഷയിൽ ഒക്കെ ഉന്നത വിജയം കൈവരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൽമിലും അഖ്ലിലും ഫഹ്മിലും ഹിഫ്ളിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.